ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 2 ശ്ലോകം 4. തത്താദൃങ്മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവീ പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷു ഭീ തേനാസ്യാപദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ത്വൈരമയാദ ചാബലബലാചാബല്യവാർത്തോദൂത്. തത്വാദൃക് മധുരാത്മകം തവ വപു, അനുഭൂതി മാത്ര ഗോചരവും ആനന്ദമയവുമായ നിന്തിരുപടിയുടെ വിഗ്രഹം സംപ്രാപ്യ കൈവന്നിട്ട് ഭർത്താവായി കിട്ടിയ അവിടത്തെ ഭഗവാന്റെ മാറിടത്തിൽ അധിവസിപ്പാൻ തരപ്പെട്ടിട്ട് ആരാണ്? ലക്ഷ്മി. സമ്പന്മയീ സാ ദേവി, സമ്പൽ സ്വരൂപിണിയായ ആ ശ്രീദേവി ലക്ഷ്മി പരമോത്സുക സ്വഭക്തേഷു അഭി ചിരതരം ന ആസ്തേ, അങ്ങിൽ കൂടുതൽ അനുരക്തയായിരിക്കുന്നു. തന്മൂലം അവൾ സഭക്തന്മാരുടെ അടുത്തുപോലും അധികം താമസിക്കാറില്ല. ആരുടെ അടുത്ത് പോയി നിൽക്കില്ല, വേഗം മഹാവിഷ്ണുവിൻ്റെ മാറിടത്തിൽ വന്ന് ചാഞ്ഞിരിക്കും ലക്ഷ്മി. ഹേ വിഭോ അച്യുത തേന അസ്യ, സർവശക്തനും ച്യുതി ബ്രാക്കറ്റിൽ നാശം, ച്യുതി ഇല്ലാത്തവനുമായ ഭഗവാനെ, അതുകൊണ്ട് ഇവൾക്ക് ത്വദ്രൂപ മനോജ്ഞക പ്രേമ സ്വൈരമയാത് അജാബല ബലാത്, നിന്തിരുവടിയുടെ രൂപലാവണ്യത്തിലുളവായ അനുരാഗത്തിൻ്റെ ഉറപ്പാകുന്ന ചാബല്യമില്ലായ്മയുടെ ശക്തി മൂലം, ചാബല്യമില്ല ഉറച്ചിരിക്കണം അവിടെ, ചാബല്യ വാർത്ത, ചപലയാണെന്നൊരു അപവാദം, ആരുടെ വന്ന് നിൽക്കില്ല, അതുകൊണ്ട് ചപലയാണെന്ന് പറയണം. ഉദദൂത് ബത കഷ്ടം, ഉയർന്നു വന്നു. നോക്കൂ, ഈ വൈരുദ്ധ്യം കഷ്ടമല്ലേ? ഭക്തി തീരെ ഇല്ലാതെ സമ്പത്തിൻ്റെ പുറകെ പായുന്ന വംഗപ്രഭുക്കളെ മഹാകവി ഭംഗ്യന്തരേണ കളിയാക്കുന്നത് കാണാൻ ചന്തമുണ്ട്. ഓം ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു, ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ